എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് രണ്ടുപേരും മടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവര് ഒരു മരത്തണയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ശിവലിംഗ വിഗ്രഹം അവിടെയുള്ള ഒരു കല്ലിന് മോള് കയറ്റി വെച്ചിരിക്കുകയാണ് മുത്തശ്ശി. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി. ഞാന് നന്ദന പറയുന്നതായിട്ട് കുറച്ച് വെള്ളം കുടിച്ചു, എന്റെ തൊണ്ടയാകെ വറ്റി വരണ്ടിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ബോധം കെട്ടുപോയി. ഞാൻ ബോധം കെട്ടുപോയപ്പോ നിവ്യയും നന്ദനയൊക്കെ പേടിച്ചു പോയി. എന്നെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും കിട്ടുവാന്നറിയാൻ വേണ്ടി അവര് പോയ സമയത്ത് എനിക്ക് ബോധം വന്നത്. പിന്നീട് എനിക്ക് വീണ്ടും തൊണ്ട വറ്റി വരണ്ട കുറച്ചുകൂടെ വെള്ളം കുടിച്ചു. വീണ്ടും ഞാൻ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബോധം കെട്ടു പോയെന്ന് പറയണം. പിന്നെ ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ചന്ദനത്തിന്റെ ഗന്ധം വന്നു. എങ്ങനെയാന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ കാലിലുണ്ടല്ലോ ആ മുറിവേല് ആ സർപ്പം ദംശിച്ചെടുത്ത് ചന്ദനം പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, എല്ലാ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം. ദേ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരോ ഏതോ ഒരു ഭഗവാൻ മോളുടെ ഒപ്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാ മോളെ എല്ലാ വിപത്തിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നു പറയാണ്. ആ സമയം യമദേവൻ നേരെ സർപ്പങ്ങളെ കാണാനായിട്ട് ചെല്ലുവാണ്. പിന്നീട് അവരോട് പറഞ്ഞു, അതെ കണ്ടില്ലേ, നിങ്ങളുടെ സന്തതികളെ എടുത്തോണ്ട് പോയി അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ഇപ്പൊ കണ്ടില്ലേ, സുഖമായിട്ട് വാഴുന്ന കണ്ടില്ലേ. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്തേ നീ ദംശിച്ച അവള് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അവളുടെ അച്ഛനും അമ്മയൊക്കെ സന്തോഷിച്ചിരിക്കുകയാണ്. നിന്റെ മനസ്സിലെ ആഗ്രഹം എന്തായിരുന്നു? അവള് മരിച്ചു പോണമെന്നല്ലായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ അവളെ ഇല്ലാതാക്കണമെന്ന് പറയണം. പിന്നീട് യമദേവൻ പറഞ്ഞു, അതിനോട്ട് ഒരു ഉപാധിയുണ്ട്, നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചുതരാം. അവളെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്ന കാഴ്ച നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറയണം. അവളുടെ കയ്യില് ഒരു ശിവലിംഗമുണ്ട്. ഒരു കാരണവശാലും ആ ശിവലിംഗം കൊണ്ട് അവൾക്ക് ശബരിമലയ്ക്ക് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ആ ശിവലിംഗം കയ്യിലുണ്ടല്ലോ, മൃത്യുഞ്ജയൻ ഉണ്ടെങ്കിൽ കാലപാശം എറിയണ സമയത്ത് മഹാദേവനെ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നിനും സാധിക്കില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നാശം ഉണ്ടാവും. അതുകൊണ്ട് ആ കാലപാശം എറിയുന്ന സമയത്ത് ശിവലിംഗം അവളുടെ കയ്യിലുണ്ടാവില്ല. നീ അവളെ പോയി തടുക്കണം. അവൾ ആ ശിവലിംഗം കൊണ്ട് പോവരുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സർപ്പം അപ്രത്യക്ഷമായി. അങ്ങനെ അവസാനം വന്നപ്പോൾ ഉണ്ണിമോളും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിമോളോട് മുത്തശ്ശി പറഞ്ഞു, എല്ലാ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷ, അതുകൊണ്ടല്ലേ മോൾക്കൊരാപത്തും വരായിരുന്നേ. ഉണ്ണിമോള് പറഞ്ഞു, അതെ മുത്തശ്ശി, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടം വരെ എത്തിയില്ലേ. ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് അയ്യപ്പസ്വാമിനെ പോയി കാണാൻ പറ്റുമെന്ന്. എനിക്ക് അധികകാലമൊന്നും ജീവിച്ചിരിക്കണമെന്നൊന്നും ഇല്ല മുത്തശ്ശി. പക്ഷെ എനിക്ക് എൻ്റെ അയ്യപ്പസ്വാമിനെ ഒന്ന് ദർശിക്കണം, എനിക്കൊന്ന് തൊഴുതു വണങ്ങണം. അതാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാം. പക്ഷെ വഴിയിൽ ഇങ്ങനെ അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും സംഭവിക്കുന്നു, സാരമില്ല, എന്നെ അങ്ങോട്ട് എത്തിക്കും ഭഗവാൻ എന്ന് പറയണം. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പതുക്കെ എഴുന്നേറ്റ് നടക്കാന്ന് പറയാം. കാരണം ഇപ്പോഴേ നടന്നാലോ ഏതെങ്കിലും വണ്ടി കിട്ടുവാണെങ്കിൽ തന്നെ ശബരിമലയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ എന്ന് പറയാം. അങ്ങനെ നടക്കാൻ എഴുന്നേറ്റ് ഈ മുത്തശ്ശി പറഞ്ഞു, ശിവലിംഗം ഇതേ ഇരിക്കണു, അതുകൂടെ എടുത്തോണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അതെടുക്കാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്നൊരു സർപ്പം അവിടെ പത്തി വിരിച്ച് നാടുവാണ്. അയ്യോ, ഉണ്ണിമോളെ നോക്കാൻ പറയാണ്. ഉണ്ണിമോള് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സർപ്പം പത്തി വിരിച്ച് നടന്നു. ഇനി എന്ത് ചെയ്യും മുത്തശ്ശിനെ ചോദിക്കണം. അതെടുക്കാനായിട്ട് ഉണ്ണിമോളും ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സർപ്പം ഇങ്ങോട്ട് പത്തി വീഴത്തി ആടിക്കൊണ്ട് അടുത്തേക്ക് വരുക. ഉണ്ണിമോൾക്ക് മുത്തശ്ശിക്ക് മനസ്സിലായി ആ ശിവലിംഗത്തെ തൊടാൻ പോലും പറ്റില്ലെന്ന്. പെട്ടെന്ന് മുത്തശ്ശി ഉണ്ണിമോളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ പറയണം. ഉണ്ണിമോള് മുത്തശ്ശിയുടെ അരിയിലേക്ക് വന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ആരെങ്കിലും കിട്ടുമോന്ന് നോക്കാം. ഒരുപക്ഷെ ഈ സർപ്പത്തിനെ കൊന്നിട്ടാണെങ്കിലും ആ ശിവലിംഗം എടുത്തോണ്ട് വരാനായിട്ട്, അല്ലെങ്കിൽ ഓടിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് വരാം. ബാ മോളേന്ന് പറഞ്ഞ് ഉണ്ണുമോളുടെ കൈയും പിടിച്ചങ്ങ് നടക്കുവാണ്. ഈ സമയത്ത് വാവരും ഗിരിദേവനും കണ്ടുമുട്ടുവാണ്. ഗിരിദേവനോട് വാവര് പറഞ്ഞു, യമദേവൻ അങ്ങനെ ജയിച്ചല്ലേന്ന് ചോദിക്കുവാണ്. കാരണം ഉണ്ണിമോളുടെ കൂടെ മൃത്യുഞ്ജയന്റെ സാന്നിധ്യം ഇപ്പം ഇല്ല. ഇത്ര സമയം ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോഴതില്ല. യമദേവനോട് വിജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു, എന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനെ ഇത് വിട്ടുകളയാനായിട്ട് സാധിക്കുമോ? യമദേവന്റെ മുന്നിൽ അവള് വെറും ഒരു ബാലിക മാത്രമാണ്, കോടാനുകൂടി ജനങ്ങളുണ്ട്. യമദേവന്റെ കർമ്മം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ചോളം അവള് വെറും ഒരു ബാലികയല്ല, എൻ്റെ കടുത്ത ഭക്തിയാണ് അവള്. അവള് ജനിച്ചതിന് ശേഷം അവള് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആദ്യം വിളിച്ചത് എൻ്റെ നാമമാണ്, അയ്യപ്പസ്വാമി എന്നാണ് വിളിച്ചത്.
അവളൊരു 5 തിരിയിട്ട നിലവിളക്കായിട്ട് എൻ്റെ മുന്നിൽ കത്തി ജ്വലിച്ചു നിൽക്കുക. അപ്പോൾ ആ നിലവിളക്കിൽ ഒരു തിരിയെങ്കിലും കെട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭക്തയുടെ ആ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോൾ ഇങ്ങനെ കിടന്ന് യമദേവനെ എല്ലാവരും വിളിച്ച് നടക്കണേന്ന് പറയാണ്. ഇത് കേട്ടതും വാവര് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവളെ രക്ഷിക്കാനായിട്ട് പറ്റുമോ? ഇപ്പാണ്ടെ ആരും തുണിയില്ലാതെ അവളും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് പോവല്ലേന്ന് പറയണം. അതിനൊക്കെയുള്ള തന്ത്രമുണ്ട്, എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറയണം. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആ ശിവലിംഗം എടുത്ത് ഇരിക്കുന്നിടത്തേക്ക് അവിടെ അടുത്ത ക്ഷേത്രത്തിലെ ഒരു തിരുമേനിയും കൂടെ വേറൊരു ഭക്തനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ അവരെല്ലാം വരുന്ന സമയത്ത് തിരുമേനി അയാളോട് പറഞ്ഞു, ദേ ഇനിയിപ്പം ശബരിമല സീസൺ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ തിരക്ക് കുറയും. അപ്പം ആ ക്ഷേത്രത്തിലെ തിരക്ക് കുറഞ്ഞിട്ട് വേണം കുറച്ച് പിന്നെ ക്ഷേത്രം ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യണം, എല്ലാം ഒന്ന് മോടി പിടിപ്പിക്കണം എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം കൂടെയുള്ള ആൾ പറഞ്ഞു, അത് പിന്നെ തിരുമേനി എനിക്ക് വിട്ടു തന്നേരെ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തിക്കോളാം എന്നൊക്കെ പറയാം. തിരുമേനി ഒന്ന് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി എന്ന് പറയണം. അങ്ങനെ അവര് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് വരുമ്പോഴാണ് ആ കല്ലിന് മേളിൽ ആ ശിവലിംഗം ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തിരുമേനി തെങ്ങ് നോക്കാൻ പറയണം. നോക്കിക്കഴിഞ്ഞപ്പോൾ ശിവലിംഗം, ആഹാ ഇതൊരു ശിവലിംഗമാണല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലും കൊണ്ടേ വെച്ചാണോ, അതോ ഇനിയിപ്പോൾ സ്വയംഭൂ ആയതാണോ എന്ന് ചോദിക്കണം. സ്വയംഭൂ ആവാൻ വഴിയില്ല, കാരണം ഇത്ര ആൾക്കാർ ഇതിലൂടെ നടക്കുന്നതല്ലേ, അപ്പം അതിന് വഴിയില്ലോ എന്ന് പറയണം. പിന്നെ എങ്ങനെയായിരിക്കും, ആരെങ്കിലും ചിലപ്പം കൊണ്ടുവന്ന് വെച്ചായിരിക്കും എന്ന് പറയാം. അത് ശരിയായിരിക്കും, പക്ഷെ ഇത് കണ്ടിട്ട് എല്ലാ ലക്ഷണങ്ങളും ഒത്താണ്. സാധാരണഗതിയിൽ കളിമണ്ണി പണിതാണെങ്കിലും ഇത് വെറുതെ പണിയിച്ചല്ല, നല്ല ലക്ഷണം ഒത്തൊരു ശിവലിംഗമാണല്ലോ, ഇതിനെന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ തോന്നുന്നു പറയണം. സാരമില്ല, അതോടെ ഇരിക്കട്ടെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് തിരുമേനി അയാളും കൂടെ പോകുമ്പോഴത്തേനും തിരുമേനിക്ക് എന്തോ ഒരു പിൻവളി, എന്നെയും കൂടെ കൂടെ കൊണ്ടുപോകാൻ പറയുന്ന പോലെ. പെട്ടെന്ന് തിരുമേനി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അതെ എന്നെയും കൂടെ കൂടെ കൊണ്ടുപോകാൻ ആ ശിവലിംഗം പറയുന്ന പോലെ എനിക്ക് തോന്നുക. അങ്ങനെയാണോ? അന്നെങ്കിൽ അതങ്ങ് എടുത്തോളാം ആ ഭക്തൻ പറയാണ്. അങ്ങനെ തിരുമേനി ആ പോയി ശിവലിംഗം എടുത്തോണ്ടങ്ങ് നടക്കുവാണ്. ആ സമയം ഉണ്ണിമോളും മുത്തശ്ശിയും കൂടെ കാട്ടിക്കൂടെ നടക്കുവാണ്. കാരണം ആരെങ്കിലും കിട്ടുവാണെങ്കിൽ ആ പാമ്പനെ ഓടിച്ചിട്ട് ആ ശിവലിംഗം എടുക്കാമല്ലോ. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നേ. ആ തിരുമേനിയും അയാളുടെ കൂടെയുള്ള ഭക്തനും കൂടെ കൂടിയിട്ട് ഈ ശിവലിംഗമായിട്ട് പോകുന്നേ. ഇതേ മുത്തശ്ശി ഇതങ്ങ് നോക്കിയേ, നമ്മുടെ ശിവലിംഗം എന്ന് പറയണം. പെട്ടെന്ന് മുത്തശ്ശി എന്ത് ചെയ്യണം, അവരെ പിന്തുടർന്ന് അവരുടെ കൂടെ വരുവാണ്. അവർ നേരെ വരുന്ന ക്ഷേത്രത്തിലേക്കാണ്. തിരുമേനി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ആ ശിവലിംഗം നേരെ അങ്ങോട്ടേക്ക് വെക്കുവാണ്. പെട്ടെന്ന് തന്നെ ഉണ്ണിമോളും മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞു, അതെ ആ ശിവലിംഗം ഉണ്ടല്ലോ ഞങ്ങളുടേതാന്ന് പറയണം. ഇത് കേട്ട് ഞാൻ ഭക്തൻ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, ഇത് ആ വഴിയിലിരുന്നാന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് വഴിയിലിരുന്നാൽ ശരി തന്നെയാ, പക്ഷെ ഞങ്ങളുടെയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ തിരുമേനി ചോദിച്ചു, അതെന്താ നിങ്ങളുടെയാന്ന് പറഞ്ഞു, നിങ്ങളാണോ അതോടെ വെച്ചെന്ന് ചോദിക്കണം. അതെ തിരുമേനി പറഞ്ഞു, ഞാനിത് ഈ നമസ്കാര സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചെന്ന് പറയാം. എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്കത് കളഞ്ഞിട്ട് പോരായിട്ട് തോന്നിയില്ല എന്ന് പറയണം. അത് പിന്നെ ഞങ്ങളവിടെ വെച്ചാ, പക്ഷേങ്കിൽ ഞങ്ങളത് എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തൊരു സർപ്പം പത്തി വിരിച്ചു തന്നോണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആരെയും കാണുവാണെങ്കിൽ സർപ്പത്തെ ഓടിച്ചെടുക്കാന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്ന് മാറിയപ്പോഴാണ് തിരുമേനി വന്നത് എടുത്തോണ്ട് പോകുന്നതെന്ന് പറയണം. ഇത് കേട്ട തിരുമേനി പറഞ്ഞ, അല്ല നിങ്ങൾ എന്താ ഈ പോകുന്ന വഴിക്ക് ശിവലിംഗമായിട്ട് നടക്കണേന്ന് ചോദിക്കുക. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, എൻ്റെ പേരക്കുട്ടി ഏതാ, ഇവള് ശബരിമലയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ, ഇവൾക്ക് കുറച്ച് ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ട്. അപ്പൊ ഈ ശിവലിംഗം കൂടെ ഉണ്ടെങ്കിൽ ആ ദുരിതങ്ങളൊന്നും ഇവളെ ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ആ ശിവലിംഗമായിട്ട് പോയെന്ന് പറയാം. തിരുമേനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. തിരുമേനി പെട്ടെന്ന് പറഞ്ഞു, ആ ആയുസ് കുറവായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും മൃത്യുഞ്ജയനെ ഒപ്പം കൂട്ടിയതല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അതെ എൻ്റെ ഉണ്ണിമോൾക്ക് ഒരു ദോഷമുണ്ട്, അവളുടെ ദോഷം മാറ്റാനായിട്ട് ശബരിമലയ്ക്ക് പോകുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ദോഷം മാറുമെന്ന് പറയുന്നത്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം താൻ മരിക്കുന്നതിന് മുമ്പ് ശബരിമലയിൽ പോയി അയ്യപ്പസ്വാമിയും ദർശിക്കാന്നുള്ള. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഇറക്കി പുറപ്പെട്ട. അപ്പം ഈ ശിവലിംഗം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവൾക്കൊരു ആപത്ത് സംഭവിക്കാതെ അവിടെ എത്താനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ അതുമായിട്ട് പോകുന്നതെന്ന് പറയാം. ഇത് കേട്ട തിരുമേനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ആണെങ്കിൽ ഇത് നിങ്ങളെടുത്തോണ്ട് പോയിക്കോളാൻ പറയണം. അങ്ങനെ അവസാനം മുത്തശ്ശി ആ ശിവലിംഗം എടുക്കാൻ ചെന്നപ്പോഴത്തേനും ശിവലിംഗം എടുക്കാൻ പറ്റുന്നില്ല, അതവിടെ ഉറച്ചുപോയി. മുത്തശ്ശി നോക്കിയിട്ട് നടക്കുന്നില്ല. അവസാനം അയാൾ തിരുമേനി വന്ന് നോക്കുവാണ്, എന്നിട്ടും പറ്റുന്നില്ല. അപ്പൊ ഈ സമയം കൂടെയുള്ള ആൾ പറഞ്ഞു, ഇതെന്താ നിങ്ങൾ കളിപ്പാട്ടമൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്, നിങ്ങൾ എന്തോ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്, അതാണ് അവിടെ അത് എടുക്കാൻ പറ്റാത്തതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അല്ല അങ്ങനെ ഒരിക്കലും അല്ല, കാരണം ആ ശിവൻ സാന്നിധ്യം ഉള്ളതാണത്, അതുകൊണ്ടാണ്
എൻ്റെ മോളുടെ രക്ഷയ്ക്കായിട്ടാണ് അത് ഞാൻ കൂടെ കൊണ്ടുനടന്നതെന്നൊക്കെ പറയണം. അവൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ഈ സമയം തിരുമേനി പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കുറച്ചേരം ഇവിടെ റെസ്റ്റ് എടുക്കുക, കുറച്ചേരം കഴിയുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റുമായിരിക്കും, അപ്പോൾ അത് കൂടുതൽ കൊണ്ടാന്ന് പറയണം. അങ്ങനെ ഉണ്ണിമോള് മുത്തശ്ശിയും കൂടെ ആ ശിവക്ഷേത്രത്തിൽ ഇരിക്കുകയാണ്. ഈ സമയം ഗിരിദേവന്റെ അടുത്തേക്ക് വീണ്ടും വരുവാണ്. വാവര് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ശിവസാന്നിധ്യം ഉണ്ണിമോളിൽ നിന്ന് മാറിയിരിക്കുന്നല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, മൃത്യുഞ്ജയന്റെ ഇതിൽ സാന്നിധ്യമില്ല ഇനി ഉണ്ണിമോളുടെ കൂടെ. ഉണ്ണിമോൾക്ക് ഏത് സമയത്തും എന്ത് സംഭവിക്കാം. ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവള് പൂർണ്ണമായിട്ടും യമദേവന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടരും വാവര് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കുമാര, കാരണം ഇനിയിപ്പം അവളെ രക്ഷിക്കാനായിട്ട് പറ്റില്ല. ബാലികയുടെ അവസാനവും അടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവളെ രക്ഷിക്കാന്നുള്ള മോഹമെല്ലാം നശിച്ചു പോയല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. യമദേവൻ വിജയിച്ചല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയ്യപ്പസ്വാമി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഭക്തിയാണ് അവളെ രക്ഷിക്കേണ്ട എൻ്റെ കടമയാണ്. അവളുടെ പ്രാർത്ഥന, അവളുടെ അമ്മയുടെ പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ കാൽച്ചോട്ടിലുണ്ട്. ഒരിക്കലും അതെനിക്ക് കേട്ടില്ല കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് പറ്റില്ല. അവളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമെന്ന് പറയാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. പിന്നീട് അവർ ആ ശിവക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും യമദേവൻ അവരുടെ മുന്നിലേക്ക് വരുവാണ്. ഇതേ കുമാരനോട് മുമ്പേ പറഞ്ഞതാണ് ആ ബാലികേനെ അനുഗമിക്കുള്ളൂ എന്നുള്ളത്. പിതാവിന്റെ ശാസനയാണ്, അത് ധിക്കരിക്കുകയാണെന്ന് ചോദിക്കുക. ഞാൻ ധിക്കരിച്ചില്ലോ യമദേവ പറയാണ്. ധിക്കരിച്ചില്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ കുമാരൻ അവൻ്റെ അടുത്തേക്ക് പോണെന്ന് ചോദിക്കാം. ഇതിനു മുമ്പ് കുമാരൻ അവളെ രക്ഷിച്ചു, പക്ഷേങ്കില് ഈ തവണ അത് പറ്റില്ല എന്ന് പറയാം. പിതാവിന്റെ ശാസന ധിക്കരിക്കണമെന്ന് പറയാം. ഇത് കേട്ടത് ഗിരിദേവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ശാസന ലംഘിച്ചിട്ടില്ല ആരുടെ, ഇനി അത് ചെയ്യത്തുമില്ല എന്ന് പറയണം. പിന്നെ എന്തിനാ കുമാരൻ ഇപ്പം അവള് ഇരിക്കുന്നിടത്തേക്ക് വരുന്നേ? അവളെ കാണാൻ വേണ്ടിട്ടല്ലേന്ന് ചോദിക്കുക. ആര് പറഞ്ഞു അവളെ കാണാൻ വേണ്ടിട്ടാന്ന്? ഞാൻ എൻ്റെ പരമഭക്തർക്ക് അരിയിലേക്ക് അവരുടെ സങ്കട ദുരിതങ്ങളെ കാണാൻ വന്നാന്ന് പറയാണ്. വെറുതെ കള്ളത്തരം പറയലു കുമാര എന്ന് പറയാണ്. അതെ, എൻ്റെ സന്നിധിയിലേക്ക് വരാതിരിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്, ഞാൻ അവരുടെ അരിയിലേക്ക് വന്നാന്ന് പറയണം. ഇത് കേട്ടതും യമദേവന് മനസ്സിലായി, അങ്ങനെ പെട്ടെന്നൊന്നും അയ്യപ്പസ്വാമി ബാലികയെ പോകത്തില്ലെന്നുള്ള സത്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.